ആണോ സമീറ? ആണോ? 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 മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്കുഗുളിയുണ്ട്. ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറും. നമസ്കാരം. ഇന്നലെ രാത്രി ഒരു 10-10:30 പിന്നെ വീഡിയോസും അല്ലെങ്കിൽ 1-2 കോളൊക്കെ വരുന്നുണ്ട്. തനൂജ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ലൈവായിട്ട് തനൂജ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം. ഞാൻ കയറി നോക്കിയപ്പോൾ ആ സാധനം വീഡിയോ എവിടെയുണ്ട്. ഏതാണ് എനിക്ക് 10-20-25-30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ. അതിനകത്ത് തനൂജ ഈ പറയുന്ന ഉറക്കഗുളിക എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ചാവാൻ പോകുന്നു, കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉറക്കഗുളിക കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ വെള്ളം തുപ്പിക്കളയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ബോധം കെട്ട് വീഴുമ്പോലൊക്കെ ആകുന്നു. അതിനുശേഷം അറിയുന്നത് എന്താണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നോ വേറെ പ്രശ്നമൊന്നുമില്ല തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇന്നലെ കണ്ടു. ഞാൻ ആകെ തരിച്ചിരുന്നു, ഇതെന്താണ് സംഭവം. വന്ന് ഇപ്പൊ ലൈവിലാണോ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ. ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ഈ തനൂജയുടെ വിഷയം പറയുകയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തനൂജയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെയായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ഈ തനൂജ തന്റെ മുൻ ഭർത്താവായിരുന്ന ജിനു അല്ലേ പുള്ളിയുടെ പേര്, ഈ പറയുന്ന മിമിക്രിയിലൊക്കെ ഉണ്ടായിരുന്ന ജിനുവുമായി തെറ്റിപ്പിരിഞ്ഞ് ജിനു മറ്റൊരു പിന്നീട് പെണ്ണിനുമായിട്ട് റിലേഷൻ ആയ ആ സമയം തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. ഏതാണ്ട് 1-2 കൊല്ലമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനം തുടങ്ങിയിട്ട്. അവിടെ ഒരു സൈഡിൽ തനൂജ ഇരുന്നു കൊണ്ട് പിന്നെ ജിനുവിനെ കുറ്റം പറയുന്നു, തനൂജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ രംഗത്ത് വരുന്നു. അപ്പുറത്തെ സൈഡിൽ ജിനു വന്ന് തനൂജയെ കുറ്റം പറയുന്നു, ജിനുവിന്റെ പിന്നെ പുതിയ ഭാര്യ വന്നിരുന്നു കൊണ്ട് തനൂജയെ കുറ്റം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ബഹളം. അതിനുശേഷം തനൂജയെ സപ്പോർട്ട് ചെയ്തവർക്ക് എതിരായിട്ട് തനൂജ നിൽക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇതിനിടയിൽ നമ്മുടെ ഷഫീന താത്ത വരുന്നു. അവിടെ തനൂജ, എന്റെ അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1-2 കൊല്ലം കൊണ്ട് യൂട്യൂബ് നിറച്ചിത് തന്നെയായിരുന്നു. അടി പോണ പോക്കിലെ അടിയാണ്. ഇവിടെ ഇപ്പോ ഇന്നലെ തനൂജ ആ ഒരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഞാൻ മരിക്കാൻ പോകുന്നു. കാരണം 3 പേരുടെ പേര് പറയുന്നത്, ഞാൻ 3 പേര് ഞാൻ ഇവിടെ ഉച്ചരിക്കണം, എനിക്ക് സൗകര്യമില്ല. ഒരു 3 പേര് പറയുന്നത്, ഈ 3 പേരാണ് എന്റെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ തനൂജ ലൈവായിട്ട് പിന്നെ ഈ പറയുന്ന എന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആണോ എന്ന് വെച്ചാൽ എനിക്കൊന്നും ഈ ലൈവ് ഇരുന്നപ്പോഴേ ഈ പറഞ്ഞ ഒരുത്തി വന്ന് കമന്റ് ഇട്ടു, നീ കഴിക്കടി, നിങ്ങളുടെ സ്വണം ഉണ്ടെങ്കിൽ കഴിക്കടി, എന്തോ കമന്റ് ഇട്ടെന്നാ തോന്നുന്നത്. അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. ഉടനെ ആ വാശിക്ക് പുറത്തെന്ത് ചെയ്യുന്നു, ഇതെടുത്ത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നു, തുപ്പുന്നു. ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല, ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യാനോ ആരെ വിമർശിക്കാനോ നിൽക്കുന്നത്? ഇനി കുറെ ഫാക്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തനൂജയുടെ അടുത്ത്, ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇത് താങ്കൾ ചത്തിരുന്നെങ്കിലോ ഇന്നലെ താങ്കൾ ഇനിയിപ്പോ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെന്ന് വെച്ചത്. ഇൻ കേസ് നിങ്ങൾ ചത്തുപോയിരുന്നെങ്കിലോ, ഇൻ കേസ് നിങ്ങൾ മരണമടഞ്ഞിരുന്നെങ്കിലോ, ആർക്കാ നഷ്ടം? അവർക്കോ? അവരെന്ത് പിടിച്ച് ജയിലിലിടോ? ഒരു തേങ്ങയും ചെയ്യത്തില്ല. നഷ്ടപ്പെടുന്നത് താങ്കളുടെ മകളുണ്ടല്ലോ, അവൾക്ക് നഷ്ടപ്പെടും. വേറെ ആർക്ക്? ഒരു പട്ടികൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. തീർന്നു. തനൂജ എന്ന് പറഞ്ഞ അധ്യായം അവിടെ വെച്ച് തീർന്നു. കുറച്ചുപേര് തനൂജയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടും, അപ്പോ മറ്റവരെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇടും. അവിടെ തീർന്നു. വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഈ ഇങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണിയൊക്കെ ലൈവായിട്ട് വന്നിട്ട് അതായത് എനിക്കിതിന് മനസ്സിലായത് അവരെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, തോൽപ്പിക്കണം. അത് ഏത് രീതിയിലും വേണം തോൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മനസ്സല്ലെ, അത് ആത്മഹത്യക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയുന്നത്. എനിക്കതിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു പേടിപ്പെടുത്തൽ മാത്രമാണ്. അവരെയൊക്കെ ഒന്ന് പേടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും അവരുടെ മുന്നിലേക്ക് ജയിക്കണം എന്നുള്ളത്. ഇനി ഇതിന്റെ ആകെ കൂടി ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. ഈ പറയുന്ന തനൂജയുടെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ലൈവ് വീഡിയോ നമുക്കൊന്ന് കാണാം. ആണോ? സമീറ? ആണോ? 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 നീ എന്നെ വീണ്ടും വേണ്ടി പ്രേരിപ്പിക്കുക? എന്നെ വീണ്ടും ഇവിടെ വന്ന് എന്നെ ചൊറിഞ്ഞതാണേ, സമീറ ചൊറിഞ്ഞതാണേ. നീ ഇപ്പൊ ഇവിടെ വന്ന് നാടൻ കളിക്കാന്ന് നീ എന്താ പറഞ്ഞ? എന്നെയും ചേച്ചിയെ നമ്മൾ തെറ്റിച്ചപ്പോ നിനക്ക് സംഭവം എല്ലാ രീതിയിലും ഞാൻ ചത്തില്ല, ഇപ്പൊ ചാവും കേട്ടോ.
ഓർക്കൂടി കുടിച്ചതാ, വേറെ ഒന്നുമല്ല. ഞാൻ ചത്തില്ല, ഞാൻ ഇപ്പൊ ചാവുമെന്ന സനോജ പറയുന്നത്. ആ പൊടി കൊച്ചു ഒന്നും അറിയാതെ കൊച്ചു ചോദിക്കുന്നത് എന്ത് കഴിച്ചത്, ഇങ്ങനെ ഉറക്ക ഗുളിക കഴിച്ചത്. ഇത് ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് തനൂജ ഈ ചെയ്തത്? ആരോടുള്ള വാശി തീർക്കുക? ഇങ്ങനെയൊക്കെയാണോ ജയിക്കുന്നത്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കി, നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാദ്യം പറയാം, രണ്ട് മലകൾ തമ്മിൽ ചേരും, മറ്റെന്തോ തമ്മിൽ ചേരില്ല എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ നടത്തി. അതായത് ഈ കുറെ അപരാധികൾ, കുറെ പെണ്ണുങ്ങളുണ്ട്, ഇവരൊരു അയൽക്കൂട്ടം പോലെ ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളും ബഹളവും പരദൂഷണവും. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ ഇവരുടെ ഈ പേര്, ഇവർ ഈ 3 പേരുടെ പേര് പറഞ്ഞല്ലോ, അവരെയൊക്കെ ഞാൻ പോയി നോക്കി. ഇവൾ ഒരുത്തി അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈവ് ഇട്ട് ആഘോഷിക്കുന്നുണ്ട്. അവളെ ഈ പറയുന്നത് എന്താണ്, അവളിതാ അവിടെ നാടകം നടത്തി ചത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുത്തി ഇരുന്ന് ആഘോഷിക്കുന്നു. മറ്റൊരുത്തി നോക്കിയപ്പോഴാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഇവരെ കുറിച്ചുള്ള അപരാധം മാത്രത്തിന് വേണ്ടിയിട്ട്, അപരാധം പറയാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ. അതിനകത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് വെച്ച് ഒരുപാട് വേണമെങ്കിൽ 1-2 ഞാൻ അവിടെ കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ തെറികൾ, നീ അവളെ നിന്ന് പൈസ വാങ്ങിച്ചില്ലേ, നീ ഇവളെ നിന്ന് പൈസ വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞു കൊണ്ടൊരിത്. വേറൊരു തീരെ കയറിയപ്പോൾ അവൾ ഇതുപോലെ ലൈവായിട്ടിരുന്നു കൊണ്ട് അങ്ങ് അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് ഒരു ലൈസൻസ് ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ 3 പേരും നോക്കിയപ്പോൾ ഈ തനൂജ് ഇപ്പൊ എന്താ പറഞ്ഞത്? തനൂജ പറഞ്ഞത് ഈ 3 പേര് എന്നെ പിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന്. ഞാൻ അവിടെ പോയി വേറൊരാളുടെ ലൈവ് നോക്കിയപ്പോൾ അവരും ഇത് തന്നെ പറയുന്നത്. വേറെ ഏതോ ഒരു 3 പെൺകുട്ടികളുടെ പേര് പറയുന്നത്, വേറെ ഏതോ 3 അവരാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തത്. നീയൊക്കെ നോക്കിക്കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളികളെ വാളെടുത്ത് വെച്ച് വെട്ടേട്. നീ വാടി, ഞാൻ കാണിച്ചില്ല, നീ അവളെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നെ നീ തകർക്കാൻ നോക്കിയാടി, നീ ഇങ്ങോട്ട് വാടി, നീ ആടി മറ്റവളെ മറിച്ചവളെ, നീ അവിടെ പോയില്ലടി, നീ അവന്റെ അവിടെ പോയി കിടന്നില്ലടി, നീ വ്യഭിചാരിച്ചല്ലടി ജീവിക്കുന്നത്, നീ അവന്റെ കാശ് വാങ്ങി. ഇത് തന്നെയാണ്, മനസ്സിലായോ? ചെളി എന്നിട്ട് തീട്ട കഥകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഇരുന്ന് പറയുന്നത് പരസ്പരം. ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കൊണ്ട് അങ്ങ് വിളമ്പേണ്. നിങ്ങൾ നോക്കണം, ഈ പറഞ്ഞ 3 പേരുടെയും ഇത് തന്നെയാണ് അവരൊക്കെ പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ട് അടി ഉണ്ടാക്കുക, യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന അപരാധങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചെളിവാരി എറിയുക. അങ്ങ് ഒരു പരമ്പരയായിട്ട് എനിക്കൊന്നിന് ഈ നമ്മുടെ ജിനു ആ ഒരു വിഷയം തുടങ്ങിയ ആ സമയം തൊട്ട് ഈ പറയുന്ന തനൂജാര നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരമ്പര തന്നെയാണ്. ഒരുപാട് പേരുമായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പരമ്പരയായിട്ട് പോയത് നമ്മുടെ ഷഫീന ബീബി, അവരുമായിട്ടുള്ള വിഷയം ഒരുപാട് ദിവസം ഇങ്ങനെ ഇതുപോലെ കടന്ന് കരഞ്ഞു. ഇവരെ ആത്മഹത്യ ഭീഷണി നടത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല തനൂജ, ഇതിനു മുമ്പ് ആത്മഹത്യ ഭീഷണി നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കേസ്, ഈ തനൂജ എനിക്ക് മനസ്സിലാവുന്നത്, ഈ തനൂജയുടെ കൂടെ ഇവരെല്ലാവരും ഇപ്പൊ തനൂജയുടെ എതിരായിട്ട് നിൽക്കുന്നവരെല്ലാം ഒരു കാലത്ത് തനൂജയുടെ കൂടെ നിന്ന ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഈ പറയുന്ന ഷഫീന ബീവി ആട്ടെ, ഷഫീന ബീവി കൂടെ നിന്നാണ് ഇപ്പൊ ഇവർ പറയുന്ന 3 പേരും ഒരു കാലത്ത് ഇവരുടെ ചങ്കുകളായിട്ട് നിന്ന ആൾക്കാരാണ്. ഇവരെ പലവരും ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർ പലവരും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് തനൂജ തന്നെ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഒരുത്തി അവരുടെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പലവരും ഈ പറയുന്ന സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരും ഈ തനൂജയ്ക്ക് പ്രശ്നമാണ്. അതെന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നത്? ഞാൻ ഇതിനെ അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു സംഭവം ഇതാണ്. ഈ പറയുന്നവരൊക്കെ ഇവരൊക്കെ ഒരു ചങ്കായി നിൽക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ട് സഹായിച്ചവരും പെട്ടെന്ന് എങ്ങനെയാണ് എല്ലാവരും തനൂജയ്ക്ക് എതിരായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഈ ആത്മഹത്യ ലൈവിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ തനൂജയുടെ ഭാഗത്തെ തെറ്റ് കാണുന്നുള്ളൂ. കാരണം ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. വല്ലവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് സ്വയം അങ്ങ് അവസാനിച്ച് കളയാം എന്ന് കഴിഞ്ഞ് ഇങ്ങനെ ആർക്കും ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? നഷ്ടപ്പെടാൻ പോകുന്നത് ആർക്കാണ്? തങ്ങളുടെ സ്വന്തം മകൾക്കാണ്. അതുപോലും തിരിച്ചറിവില്ലാത്ത, ആ തിരിച്ചറിവ് പോലും ഇല്ലാത്തവളായി പോയല്ലോ തനൂജ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു, അയ്യോ കണ്ടോ അവളെ ചാവാൻ പോകുന്നു, അവളെ എല്ലാവരും കൂടി ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് അവളങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാലേ നാളെ വീണ്ടും അവൾ ഇത് ചെയ്യും. മനസ്സിലായോ? വീണ്ടും ചെയ്യും. എന്തെങ്കിലും ഒരിക്കലും ഈ പറയുന്ന ചെയ്ത് അബദ്ധം പറ്റിയെടുക്കും കാഞ്ഞു പോയി കഴിഞ്ഞാലേ അവിടെ. അതുകൊണ്ട് ഇതിനെയൊന്നും നമുക്ക് ആർക്കും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ ഈ തനൂജയുടെ കേസ് ഞാൻ എങ്ങനെ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഇവരെ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ തനൂജയെ വിട്ടുപോകുന്നത്? എന്താണ് കാരണം ഇതിന്? ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു, തനൂജ ഈ പറയുന്ന തനൂജയ്ക്ക് വിമർശനം, അതായത് തനൂജ ആരെങ്കിലും വിമർശിക്കുന്ന തനൂജയ്ക്ക് അതങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല എന്ന്, ഭയങ്കര സെൻസിറ്റീവാണ് തനൂജ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതായത് നമ്മളൊരു കൂട്ടായിട്ട് നിൽക്കുന്നു, തനൂജയെ പറ്റി ഫ്രണ്ട് ആരെങ്കിലും വന്ന് ഉപദേശിക്കുന്നു, തനൂജ നീ അങ്ങനെ ചെയ്തത് ശരിയല്ല, നീ അവിടെ പോയത് ശരിയല്ല, നീ അങ്ങനെ, അത് തനൂജയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വെച്ച് തനൂജയ്ക്ക് പിന്നെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഇവർ പറയുന്ന 3 പേരിൽ ഒരു പെൺകുട്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ അവരെന്തോ അബോർഷൻ എന്തോ കഴിഞ്ഞിട്ട് പിന്നീട് വയ്യാതെ കിടക്കുന്ന കൊച്ചാണ്. ആ കൊച്ചിന്റെ പേരും പറഞ്ഞിട്ട് ആ കൊച്ചു പല പ്രാവശ്യവും ഈ പറയുന്ന തനൂജയെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. തനൂജ എന്തുകൊണ്ടാണ് അത് ആലോചിക്കാത്തത്? ആ പെൺകുച്ചിയുടെ പേര് ഇതിനകത്ത് വലിച്ചിട്ടപ്പോ താങ്കൾ ഒരു കാലത്ത് സഹായിച്ചതാണ് ആണല്ലോ.
അപ്പൊ ഒരു പുനർചിന്തനം നടത്താനുള്ള തനൂജ തന്നെയാണ്, മനസ്സിലായോ? ഒരിക്കലും ഈ പറയുന്ന ലൈവിൽ വന്ന് ഞാൻ മരിച്ചു കളയും, ഞാനിപ്പോ ചാവാൻ പോകണം, അതുമല്ല. തനൂജ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മുമ്പേ ഞാൻ ഈ പറയും പോലെ ചാവാൻ പോവുകയാണ്, ഞാൻ ലൈവ് ഇട്ട് ഇന്നതുപോലെ ഞാൻ ചെയ്യാൻ പോവുകയാണെന്നും തനൂജ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വോയിസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. എല്ലാത്തിനൊരു പരിധിയുണ്ട്. 4 വശത്തുനിന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്കുഗുളികയുണ്ട്. ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ല എന്ന് പറഞ്ഞ എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും. പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണെന്നതില് എന്റെ മാനസികമായിട്ട് വല്ലാത്ത രീതി തളർത്താണ് വൈഗ, സെമീറ, സനു. ഞാനിവരെ 3 പേരുടെ പേരും പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ ഒരു സംഭവം ചെയ്യും. എനിക്ക് മടുത്തു തുടങ്ങി. ഇത് തനൂജ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഞാൻ പിന്നീട് ലൈവായിട്ട് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുറെ പെണ്ണുങ്ങൾ കൂടെ ഇരുന്നു കൊണ്ട് അവരുടെ കുശുമ്പും കുന്നായ്മയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു 3 പേരും കൂടി എന്നെ ആക്രമിക്കുന്നു, ഞാൻ തോറ്റുപോകുന്നു എന്ന് അറിയുമ്പോൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊന്ന് പേടിച്ചു പോകും, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം അവർക്ക് എഗൈൻസ്റ്റ് ആവും എന്നുള്ളത്. ഇതിലാര് ശരി ഏത് തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇതിൽ തനൂജ ശരിയാണോ, ഇവർ ആരോപിക്കുന്ന മറ്റു 3 പേര് ശരിയാണോ ഒന്നും എനിക്കറിയില്ല. ഇവരെല്ലാവരും ഒരു ദിവസം ചങ്കുകളായിരുന്നാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പൊ അങ്ങോട്ട് അടിച്ചു പിരിയുന്നു എന്നുള്ളതാണ്. അടിച്ചു പിരിഞ്ഞിട്ട് വിഴുപ്പലക്കുന്നു, പഴയ നടന്നതും പാളയെ തൂറിയതും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് മറ്റ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു, മറ്റ ഫ്രണ്ട്സ് എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു, അവൾ നേരെ യൂട്യൂബ് ചാനലിൽ കൊണ്ട് അങ്ങ് പ്രതിഷ്ഠിക്കുന്നു. അതായത് ഈ ഫ്രണ്ട്സുകളായിട്ട് ഈ ഫ്രണ്ട്സുകളുടെ കോളുകൾ തന്നെ ഇവർ അങ്ങോട്ട് പരസ്പരം റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതൊരു പരമ്പര പോലെ ഇങ്ങനെ യൂട്യൂബിലിട്ട് ഈ അടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു തീട്ടം കേസാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലൊരിക്കലും ഞാൻ സനൂജയെ സപ്പോർട്ട് ചെയ്യുന്ന കാണിച്ച് തടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു മകളുള്ള കേസ് സനൂജ ആദ്യം ആലോചിക്കണം. അല്ലാതെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യമല്ല ആത്മഹത്യ ഭീഷണി. എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ നഷ്ടം വേറെ ആർക്കും താങ്കളുടെ മോൾക്ക് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ്.